ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രതിജ്ഞയെടുക്കുക, എന്റെ ജീവിതം അവസാനിക്കുന്നതുവരെ എന്റെ നാക്കുകൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ ഒരു നിരപരാധികളുടെയും ഒരു മനസ്സുകളും ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന്. കാരണം ആ മനസ്സുകൾ വേദനിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഒന്ന് പൊട്ടിക്കരഞ്ഞ ഹൃദയങ്ങൾ ഒന്ന് തേങ്ങി റബ്ബിലേക്ക് വീണാൽ അതിലൂടെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഉയർച്ചകളും കരിഞ്ഞുപോയേക്കാം. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഗവർണറായി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചതിനു ശേഷം മഹാനരെക്കുറിച്ച് അവർ ഗവർണർ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയുമായി ഒരു സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഉടനെ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ മനസ്സ് വേദനിച്ചുകൊണ്ട് ആ നിഷ്കളങ്ക ഹൃദയം വേദനിച്ചുകൊണ്ട് ഒരു 3 ദുആ ചെയ്തു. 3 ദുആ അല്ലാഹുവേ അദ്ദേഹത്തിന് ആയുസ്സിനെ നീട്ടിക്കൊടുക്കുകയും ആ നീട്ടപ്പെടുന്ന ആയുസ് മുഴുവനും അദ്ദേഹത്തിന് ദുരിതമാവുകയും വലിയ ദാരിദ്ര്യമാവുകയും അദ്ദേഹത്തെ നീ അപമാനിക്കുകയും ചെയ്തിട്ടല്ലാതെ മരിപ്പിക്കരുതേ റഹ്മാനെ എന്ന് മനസ്സുരുകി ദുആ ചെയ്തതിന്റെ ഫലമായി ആർക്കെതിരെയാണോ ദുആ ചെയ്തത് അദ്ദേഹത്തിന്റെ സമകാലികരൊക്കെ മരിച്ചിട്ട് പോലും മരിക്കാതെ ആയുസ് ഒരുതരം നരകീയ അവസ്ഥയിൽ നീണ്ടുപോവുകയും അതോടൊപ്പം തന്നെ തിരിച്ചു കയറാൻ കഴിയാത്ത ദാരിദ്ര്യത്തിന്റെ ഉള്ളറയിലേക്ക് വീണുപോവുകയും ഭീകരമായി ഭയാനകമായി അദ്ദേഹം പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. ആ പരീക്ഷിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തതിന്റെ കാരണം അസാബത്തിനി ദഅവത്തു സഅദിന്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചതിന്റെ കാരണം കൊണ്ട് സഅദ് എനിക്കെതിരെ ചെയ്ത ദുആയുടെ ഫലമാണ് എന്റെ ഈ അവസ്ഥയെന്ന് അദ്ദേഹം പറയാൻ മാത്രം പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.